അപ്പം അതുകൊണ്ട് ഒരു വിശുദ്ധമായ സംഘടനൻ്റെ പോഷക സംഘടനൻ്റെ അനുഭാവികളാണ് നിങ്ങൾ, അതിൻ്റെ പ്രവർത്തകരാണ്, നേതാക്കന്മാരാണ്. ഈ ബോധം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവണം. ആ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളിന്ന് ഉണ്ടാവേണ്ടതെന്ന് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ടു. നിങ്ങൾക്കൊക്കെ ഇവരൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒരു പതിവാക്കാൻ പറ്റിയൊരു ദിക്ർ, ഞാനതിൻ്റെ ഒന്നും ആളല്ല, ഞാനതങ്ങനെ ദിക്റൊന്നും പറയലില്ല. ഇവരൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് എന്നാൽ നിങ്ങൾ ചില ദിക്റുകളൊക്കെ പതിവാക്കിക്കോളിയും. നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേലിൽ എന്നൊരു ഫാത്തിഹ ഓതാം. ഇലാ ഹളറത്തി നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഖുലഫാഉൽ അർബഅത്തിന്റെ മേലിലൊരു ഫാത്തിഹ ഓതാം. പിന്നെ മശായിഖു തറായി കരിയക്കത്തിൻ്റെ മശായിഖന്മാർക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതാം. പ്രത്യേകിച്ച് പിന്നെ മഹാനാവുന്ന ഷെയ്ഖുനാ ശംസുലുലമൻ്റെ മേലൊരു ഫാത്തിഹ. അത് കഴിഞ്ഞ ശേഷം എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതും. അത് കഴിഞ്ഞ് ഇസ്തിഗ്ഫാർ ഒരു 70 വട്ടം ചെല്ലാൻ കഴിയുന്നില്ല, അങ്ങനെ ചെല്ലാം. അല്ലെങ്കിൽ ഇനി അതൊരു ചുരുക്കി ചെല്ലണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചുരുങ്ങിയത് ഒരു 70 വട്ടെങ്കിലും ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അതൊരു 33 വട്ടം സ്വലാത്തും ചെല്ലാം. കഴിയുന്ന ആളുകൾ യാ ലത്തീഫ് യാ അല്ലാഹ് ഒരു 129 വട്ടം, ഒരു 41 വട്ടം യാ ഹയ്യു യാ ഖയ്യൂം. അത് നിങ്ങൾ അതൊക്കെ പതിവാക്കുക. പിന്നെ എപ്പോഴും യാ ഖവിയ്യു യാ മതീനു കിഫി ശർറൽ ളാലിമീൻ, അതും പതിവാക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരാകുമ്പോൾ പല നിലക്കുള്ള ഷർറുകളുണ്ടാവും. ഈ ഷർറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ദിഫാഇൻ്റെ ദിക്ർ, അത് ഹിസ്ബുൽ ബറായാലും വേണ്ടില്ല, ഹിസ്ബുൽ ബഹറായാലും വേണ്ടില്ല, ഹിസ്ബുൽ നസ്റായാലും വേണ്ടില്ല നിങ്ങൾക്ക്, അല്ലെങ്കിൽ വെറുതെ ദിഫാഇ ആയാലും വേണ്ടില്ല. അത് അതിൻ്റെ ഏടുകളിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. അത് പതിവാക്കി ചെല്ലുന്നത് നല്ലതാണ്, നിർബന്ധമായി പറയല്ല. നമുക്കിപ്പോൾ എല്ലാം കൂടി ഒന്നും ചെയ്യാൻ കഴിയില്ല. അഹബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാന, ചെയ്യുന്നത് കുറച്ച് ചെയ്താലോ സുന്നത്തായ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ രൂപം അങ്ങനെയാണ്. അതോടൊപ്പം ഇത് ഇങ്ങനത്തെ വിരുദുകളൊക്കെ പതിവാക്കി പോകുന്ന ആൾ അതില്ലാതെ മുടക്കാൻ പാടില്ല. ഒരു ദിവസം ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഖളാ കൂട്ടണം എന്നാണ് ഇമാം നബവി തങ്ങൾ വരെ പറഞ്ഞിട്ടുള്ളത്. ഒരുത്തനിക്കൊരു വിരുദുണ്ടായി, ഒരു വളീഫത്ത് എനിക്കുണ്ടായാൽ ദിവസം അവൻ പറയണത് ഒരു ദിവസം പറയാൻ കഴിഞ്ഞില്ല, അവൻ അതിനെ ഖളാ കൂട്ടണം എന്നാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ തരീഖത്തിനോട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ അതല്ല ഇപ്പം തോന്നുന്നത്.